നമ്മുടെ ചാനൽ കാണുന്ന മനോഹരമായിട്ടുള്ള മുഴുവൻ തമ്പനെയിൽസും നമ്മൾ നിർമ്മിച്ചത് ക്യാൻവ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ എങ്ങനെ ഫോൺ ഉപയോഗിച്ചിട്ട് ക്യാൻവയിൽ മനോഹരമായിട്ടുള്ള പോസ്റ്റർ നിർമ്മിക്കാം എന്നുള്ളതാണ്. വീഡിയോ മുഴുവനായിട്ട് കാണുന്നത് വഴി ഏതൊരാൾക്കും, അതായത് ക്യാൻവ തീരെ അറിയാത്ത ആളുകൾക്കും അവരുടെ ഫോൺ ഉപയോഗിച്ച് മനോഹരമായിട്ടുള്ള പോസ്റ്റർ എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളത് പഠിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിവിടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ചില ആളുകൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്രോമിലും ക്യാൻവ നമ്മുടെ ഫോണിൽ ഉപയോഗിക്കുന്ന അതേ രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും. ഇപ്പം ഞാനിവിടെ ക്രോം ഓപ്പൺ ചെയ്തു. നിങ്ങൾക്ക് ക്യാൻവ കാണാൻ സാധിക്കും. ദാറ്റ് അതായത് ആപ്പിൻ്റെ അതേ ഇൻ്റർഫേസ് നമുക്ക് ക്രോമിലും ലഭ്യമാണ്, അല്ലെങ്കിൽ മറ്റു സെർച്ച് ബ്രൗസറിൽ ലഭ്യമാണ്. ഇനി ഞാനിവിടെ എന്ത് ചെയ്തു, ക്യാൻവ ഓപ്പൺ ചെയ്തു. അപ്പോൾ നമ്മൾ ക്യാൻവ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഇൻ്റർഫേസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇവിടെ ഏത് സൈസാണോ വേണ്ടത് എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുക. ഓരോ ആവശ്യത്തിനുള്ള സൈസുകളും ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ കസ്റ്റം സൈസ് എന്നുള്ള ഈ ഒരു ഓപ്ഷനാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. 1080 പിക്സൽ വിഡ്ത്തും 1080 പിക്സൽ ഹൈറ്റും കൊടുത്തു. ശേഷം ക്രിയേറ്റ് ന്യൂ ഡിസൈൻ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കൊടുത്തു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഇൻ്റർഫേസ് ആണ് നമുക്ക് ആദ്യം കാണാൻ സാധിക്കുക. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് ടെംപ്ലേറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ടെംപ്ലേറ്റ്സ് എന്നുള്ളത് ഓൾറെഡി ഡിഫോൾട്ടായിട്ട് പൊന്തി വരും. അപ്പോൾ നമുക്ക് ടെംപ്ലേറ്റ്സ് ഒന്നും വേണ്ട, നമ്മൾ മാനുവലായിട്ടാണ് എല്ലാം ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഏതൊരു ഡിസൈൻ ചെയ്യുമ്പോഴും ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളേഴ്സ് ഏകദേശം സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യണം, എനിക്കൊരു റെക്റ്റാങ്കിൾ വരയ്ക്കണം. അപ്പോൾ ഞാനിവിടെ എലമെൻറ്റ്സ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ വന്നു. ശേഷം ഷേപ്സ് എന്നുള്ള ഓപ്ഷനിൽ വന്ന ശേഷം നമുക്കിങ്ങനെ സൈഡ് കർവ്ഡ് ആയിട്ടുള്ള ഷേപ്പുകളൊക്കെ ഉണ്ട്. ഞാനിവിടെ റെക്റ്റാങ്കിൾ തിരഞ്ഞെടുത്തു. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ സൈസ് മുഴുവൻ ഡിസൈനിലും ഒറ്റ സൈസ് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. അല്ല, നമുക്കൊരു ഹാഫ് വേണമെങ്കിൽ നമുക്ക് അതും അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിങ്ങനെ നമുക്ക് ഈസി ആയിട്ട് എങ്ങോട്ടും നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഹാഫ് മതിയെങ്കിൽ നമുക്ക് അങ്ങനെയും നമുക്ക് ചെയ്യാൻ പറ്റും. അതൊക്കെ വളരെ ഈസിയാണ്. ഓക്കെ, നമ്മൾ മുഴുവൻ വരുന്ന രീതിയിലാണ് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, റെക്റ്റാങ്കിൾ വെച്ചു. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ കളറ് മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കളറുള്ള ഈ റെക്റ്റാങ്കിളിൽ ക്ലിക്ക് ചെയ്ത ശേഷം കളറ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നമുക്ക് ഏത് കളർ വേണമെങ്കിലും നമുക്കിവിടെ ഉണ്ട്. ഇനി നമുക്ക് അഡീഷണൽ കളർ, നമ്മൾ തന്നെ ഒരു അഡീഷണൽ കളർ വേണമെങ്കിൽ ഇതിൽ ചൂസ് ചെയ്തിട്ട് നമുക്ക് ഏത് കളർ വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കും. ഓക്കെ, ഇനി നമ്മളിതിൽ ഏതെങ്കിലും ഒരു ലോഗോ കൊടുക്കുന്നു, ആ ലോഗോയുടെ കളർ പിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് അതും ചെയ്യാം. അപ്പം നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഗ്രേഡിയൻ്റ് കളർ വേണം. അപ്പം ഞാനിവിടെ കളറിൽ വന്നു. ശേഷം ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് ഇവിടെ ഡിഫോൾട്ടായിട്ടുള്ള സോളിഡ് കളേഴ്സ് കാണാൻ സാധിക്കും. അതിൻ്റെ തൊട്ട് താഴെ തന്നെ ഗ്രേഡിയൻ്റ് കളേഴ്സിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്കിതിൽ ഓരോന്നും ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. ഏത് കളറാണോ നമുക്ക് മാച്ച് ആവുന്നത് എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. ഇത് കുഴപ്പമില്ല, ഈ ഒരു കളറും കുഴപ്പമില്ല. തൽക്കാലം നമ്മൾ ഈ ഒരു കളർ ചൂസ് ചെയ്തു. നമുക്ക് എപ്പോഴും എന്താ വെച്ചാൽ ഡിസൈനിൽ നമുക്ക് ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെറിയ ചേഞ്ചസ് വരുത്തേണ്ടി വരും. അപ്പോൾ നമുക്ക് വീണ്ടും ഇതൊക്കെ വന്ന് മാറ്റാവുന്നതേ ഉള്ളൂ. അപ്പം നമ്മളിവിടെ കളർ ചൂസ് ചെയ്തു. ഇനി ഇതിൽ ഈ ഒരു ഗ്രേഡിയൻറ്റിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ സൈഡിലൊരു കളർ, ഈ സൈഡിലൊരു കളറാണ്. ഇനി അതിൻ്റെ ഡിസൈൻ, അതിൻ്റെ അലൈൻമെൻറ്റ് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനൊരു ഓപ്ഷന്. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ടോ, നമ്മുടെ ഈ ഒരു ഗ്രേഡിയൻ്റെ കളറിൻ്റെ ഷേപ്പ്, അതായത് ഏരിയ മാറി. അപ്പോൾ നമുക്ക് സെൻറ്റർ ഗ്രേഡിയൻറ്റ് അങ്ങനെയൊക്കെ നമുക്കിത് മാറ്റാൻ പറ്റും. തൽക്കാലം നമ്മൾ ഈ ഒരു ഗ്രേഡിയൻ്റ് എടുത്തു. ഓക്കെ, ശേഷം ഇതിനെ ക്ലോസ് ചെയ്തു. അപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളർ എന്ത് ചെയ്തു, സെറ്റ് ചെയ്തു. ഇനി നമ്മൾ ഈ ഒരു കളറിനെ പെട്ടെന്ന് എന്ത് ചെയ്യുക, ലോക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ ഈ ഷേപ്പ് കളറിനല്ല, ഈ ഷേപ്പിനെ ലോക്ക് ചെയ്ത് വെക്കുക. കാരണം നമ്മൾ ഫ്യൂച്ചർ ഡിസൈനിൽ നമുക്ക് മൂവ് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാകും. അപ്പോൾ ഇതിനെ ലോക്ക് ചെയ്ത് വെക്കാൻ ഇവിടെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. ശേഷം ലോക്ക് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇത് ലോക്ക് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ ഇതിക്ക് വേണ്ട എലമെൻറ്റുകൾ വേണമെങ്കിൽ നേരത്തെ കൊണ്ടുവരാം, അല്ലെങ്കിൽ പിന്നീട് കൊണ്ടുവരാം. നമ്മൾ ജസ്റ്റ് ഒരു സെമിനാറിൻ്റെ ഡിസൈനാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ കണ്ടൻറ്റുകൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. സിൽവർ ജൂബിലി ആഘോഷം, അനുസ്മരണവും സെമിനാറും റാൻഡം കണ്ടൻറ്റ് എടുത്തതാണ്. അപ്പോൾ നമുക്കൊരു ഫെസ്റ്റിവൽ മോഡുള്ള എലമെൻറ്റുകൾ വേണം. അപ്പോൾ നമ്മളിവിടെ എലമെൻറ്റ്സിൽ വന്നു. എലമെൻറ്റ്സിൽ വന്നിട്ടാണ് നമ്മൾക്ക് ഏത് തരത്തിലുള്ള എലമെൻറ്റുകളും ഷേപ്പുകളും ഒക്കെ നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മളിവിടെ ഷേപ്പ് അല്ല വേണ്ടത്, എലമെൻറ്റ്സിൽ വന്നിട്ട് നമ്മൾ എന്താണ് വേണ്ടതെന്ന് ഈസി ആയിട്ട് സെർച്ച് ചെയ്യാം. അപ്പോൾ എനിക്കിവിടെ ഫെസ്റ്റിവലാണ്. അപ്പോൾ ഞാൻ ഫെസ്റ്റിവൽ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. ശേഷം സെർച്ച് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് ഒരുപാട് ഫെസ്റ്റിവൽ റിലേറ്റഡ് ആയിട്ടുള്ള എലമെൻറ്റ്സുകൾ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ തൽക്കാലം ഈ ഒരു എലമെൻറ്റ്, ഇറ്റ് സീംസ് ഗുഡ്. ഓക്കെ, ഈ എലമെൻറ്റിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ അത് ഇവിടെ വന്നു. ഇനി നമ്മളത് ഇവിടെ വന്നിട്ട് പ്ലേസ് ചെയ്യുക.
പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്കത് വീണ്ടും ഒരു കോപ്പി കൂടി വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 2 ഫയൽ വന്നു. അപ്പോൾ നമ്മൾ അത് സെറ്റ് ചെയ്തു. ഇനി നമുക്ക് അത് വേണ്ട, അത് ഓക്കെ കഴിഞ്ഞാൽ ഇത് ക്ലോസ് ചെയ്തു. അപ്പോൾ നമ്മളിപ്പോൾ എന്ത് ചെയ്തു, ചെറിയൊരു ഷേപ്പ് കൊണ്ടുവന്നു. ഇനി നമുക്ക് വേറൊരു ഷേപ്പും കൂടി വേണം, എന്നാലാണ് ബാക്ക്ഗ്രൗണ്ടിൽ എഫക്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഒന്നുകൂടി എലമെൻറ്റ്സിൽ പോയി ഫെസ്റ്റിവൽ എന്ന് വീണ്ടും സെർച്ച് ചെയ്തു. ഓക്കെ, ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും. അപ്പോൾ കാരണം എന്താ വെച്ചാൽ നമുക്ക് A to Z കാര്യങ്ങൾ പറയുന്നത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ട് സമയം എടുത്ത് കാണുക. നിങ്ങൾക്ക് ഒരിക്കലും ഇത് വറുത്തല്ലാതിരിക്കില്ല. അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഒരു എഫക്റ്റ്, ഈ ഒരു എലമെൻറ്റ് നമുക്ക് ഫീൽ ഗുഡ്, ദിസ് എലമെൻറ്റ് ഈസ് ഫീൽ ഗുഡ്. അപ്പോൾ ഞാൻ അത് തിരഞ്ഞെടുത്തു. ശേഷം നമ്മൾ അതിനെ നമ്മൾ ഇവിടെ വന്നിട്ട് പ്ലേസ് ചെയ്തു, അല്ലെങ്കിൽ ഇവിടെ പ്ലേസ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമ്മൾ പ്ലേസ് ചെയ്തു. നമുക്കൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. ഇനി നമുക്കിതിൻ്റെ ഒപ്പാസിറ്റി, അതായത് ഇത് ഇത്രത്തോളം ഷൈൻ ചെയ്യേണ്ട. അപ്പോൾ നമ്മളിതിൻ്റെ ഒപ്പാസിറ്റി നമുക്കിത് കുറക്കണം. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് മൂവ് ചെയ്ത് വന്നു, ട്രാൻസ്പാരൻസി എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഇതിൻ്റെ ട്രാൻസ്പാരൻസി ഒന്ന് കുറച്ചു. ഇനി അതും നമ്മൾ ലോക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ ഇവിടെ വന്നിട്ട് ശേഷം നമ്മൾ ലോക്ക് ചെയ്ത് വെച്ചു. അപ്പോൾ ചെറിയൊരു രീതിയിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തു. ഇനി നമ്മൾക്ക് വേണ്ടത് എന്താണ്, ടെക്സ്റ്റാണ്. അപ്പോൾ അതിന് നമ്മൾ ടെക്സ്റ്റ് എടുക്കാൻ പോവുകയാണ്. ടെക്സ്റ്റ് ഇവിടെ ഓൾറെഡി ഞാൻ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കോപ്പി ചെയ്തു. ഇനി ഇതിൽ നമുക്ക് വേണ്ട ടെക്സ്റ്റുകൾ മാത്രം കോപ്പി ചെയ്ത് പോകുക. കാരണം എന്താ വെച്ചാൽ ഫോണിൽ നമുക്ക് അത്രത്തോളം കംഫർട്ടബിൾ അല്ല. ഞാൻ മാക്സിമം ലാപ്ടോപ്പിൽ ഉപയോഗിക്കാനാണ് എല്ലാവരോടും സജസ്റ്റ് ചെയ്യുക. കാരണം ഇറ്റ്സ് ഈസി, ഫോണിൽ ഒന്നുകൂടി ഡിഫിക്കൽട്ടാണ്. അപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് കോപ്പി ചെയ്തു. ഇനി നമുക്കിവിടെ ടെക്സ്റ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ആഡ് ടെക്സ്റ്റ് ബോക്സ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കത് പേസ്റ്റ് ചെയ്യാം. അല്ല, നമുക്ക് ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ ഡിസൈനുകൾ ടെംപ്ലേറ്റ്സ് ഉള്ള പോലെ തന്നെ ടെക്സ്റ്റുകളുടെയും ടെംപ്ലേറ്റ്സ് ഒരുപാടുണ്ട്. നമുക്ക് വേണ്ടത് തിരഞ്ഞെടുക്കാം. പക്ഷേ മലയാളം ടെക്സ്റ്റുകളാണ് നമുക്ക് ആ ഫോണ്ടുകൾ അതിൽ വർക്കൗട്ട് ആവില്ല. അപ്പോൾ ഞാനിവിടെ ആഡ് ടെക്സ്റ്റ് ബോക്സ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുത്തു. ശേഷം ടെക്സ്റ്റ് എന്ത് ചെയ്തു, പേസ്റ്റ് ചെയ്തു. ഒന്നുമില്ല, ഇവിടെ വന്നിട്ട് പേസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ കീബോർഡിൽ തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ അത് ഓക്കെ ആയി. ഇനി നമ്മൾ എന്താണ്, ഇതിൻ്റെ കളേഴ്സ്, ഈ ഫോണ്ട് അലൈൻമെൻറ്റ് മാറ്റണം. അപ്പോൾ സിൽവർ ജൂബിലി ഒരു ലൈനിലും ആഘോഷം എന്നുള്ളത് മറ്റൊരു ലൈനിലുമാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ഫോണ്ട് മാറ്റണം. ഓക്കെ, ചൂസ് ചെയ്തു. അപ്പോൾ സെലക്ട് ഓൾ എടുത്തു. ശേഷം ഇങ്ങനൊരു ഓപ്ഷൻ നമ്മൾ ആ ഫോണ്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ മറ്റു സെറ്റിങ്സുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളിവിടെ ക്യാൻവാസ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് അനഘ എന്നുള്ളൊരു ഫോണ്ട്, ഇറ്റ് സീംസ് ഗുഡ് ആയിട്ടുള്ളൊരു ഫോണ്ടാണ്, ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഫോണ്ടാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളിൽ ഡിഫോൾട്ടായിട്ടുള്ള ഈ ഒരു ഫോണ്ട് ഉണ്ടാവില്ല. അപ്പോൾ മലയാളം എന്ന് സെർച്ച് ചെയ്താലും മലയാളം വർക്ക് ചെയ്യുന്ന ഫോണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ മലയാളം എന്ന് സെർച്ച് ചെയ്താൽ കാണുന്നൊരു ഫോണ്ട് ഉണ്ട്. അത് എല്ലാത്തിലും ഡിഫോൾട്ടായിട്ടുണ്ട്. ഈ നോട്ടോ സയൻസ് മലയാളം എല്ലാത്തിലും ഡിഫോൾട്ടായിട്ടുണ്ട്. അപ്പോൾ അനഘ വേണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ അത് അപ്ലോഡ് ചെയ്യേണ്ടി വരും. അതിന് നമുക്ക് പെയ്ഡ് അല്ലെങ്കിൽ പ്രീമിയം വേണം. പ്രീമിയം നമുക്ക് 150 രൂപക്കും 200 രൂപക്കൊക്കെ 1 ഇയറിന് ഈസി ആയിട്ട് കിട്ടും. നിങ്ങൾക്ക് ഗൂഗിളിലോ അല്ലെങ്കിൽ മറ്റു പ്ലാറ്റ്ഫോമിൽ സെർച്ച് ചെയ്താൽ കാണാം. അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ പറയാം. നമ്മൾ സബ്സ്ക്രിപ്ഷൻ എടുത്ത ടീമിൻ്റെ നമ്പർ വേണമെങ്കിൽ ഞാൻ മെൻഷൻ ചെയ്യാം. അപ്പോൾ അനഘ എന്നുള്ള ഈ ഒരു ഫോണ്ടാണ് വേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് ഈ റൈറ്റ് ബട്ടണിൽ ചെറിയൊരു ഐക്കൺ കാണാൻ സാധിക്കും. എന്ന് വെച്ചാൽ ഓരോ ഫോണ്ടിനും ഇപ്പോൾ ബോൾഡ്, മീഡിയം, റെഗുലർ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ നമ്മളിവിടെ ഇതിൽ നമുക്കൊരു ബോൾഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് വേണം. അപ്പോൾ നമ്മൾ ബോൾഡ് എന്നുള്ള ഓപ്ഷൻ എടുത്തു. അപ്പോൾ നമ്മൾ ആ ഒരു ഫോണ്ട് വന്നു. ഇതിൽ നമ്മൾ വേറൊരു കാര്യം, ഈ സിൽവർ ജൂബിലി ആഘോഷം എന്നുള്ളത് നമുക്ക് അത്ര ബോൾഡ് വേണ്ട. അപ്പോൾ നമ്മൾ അത് റെഗുലർ ആക്കി, മറ്റേത് രണ്ടും ബോൾഡാക്കി. ഇനി നമ്മളിത് ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ലൈനുകൾക്കിടയിലുള്ള സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ അതിന് ഈ ലൈൻ സ്പേസിങ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ വന്നു. ശേഷം നമ്മളിതൊന്ന് അഡ്ജസ്റ്റ് ആക്കി. ദാറ്റ്സ് ഗുഡ്, അത് ഓക്കെയാണ്. ഇനി നമ്മൾ മാറ്റേണ്ടത് എന്താ വെച്ചാൽ ഇതിൻ്റെ ഒന്നുകിൽ നമുക്കിതിൻ്റെ ഈ പാരഗ്രാഫ് അലൈൻമെൻറ്റ് മാറ്റണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് വേണ്ട രീതിയിൽ നമുക്ക് റൈറ്റ് അലൈൻമെൻ്റ് ആണ് വേണ്ടത്, അത് നമ്മൾ തിരഞ്ഞെടുത്തു. ഇനി സൈസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ മാറ്റാം. ഇനി നമ്മൾക്ക് വേണ്ടത് കളറ് മാറ്റുകയാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളറുകൾ തിരഞ്ഞെടുക്കണം. അതായത് ബാക്ക്ഗ്രൗണ്ട് ഡാർക്ക് ആണെങ്കിൽ ഫോണ്ട് കളർ വൈറ്റ് എടുക്കാൻ മാക്സിമം ശ്രദ്ധിക്കണം. അപ്പോൾ അത് മാത്രമേ സെലക്ട് ആയിരുന്നു, അതുകൊണ്ടാണ് അതൊന്ന്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 2 ടെക്സ്റ്റിൻ്റെയും കളർ മാറ്റി. ഇനി നമുക്കിതിൻ്റെ ഇത് ടിക്ക് കൊടുത്തു. ഇതൊന്നുകൂടി സൈസ് കൂട്ടണം എന്നുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിതിങ്ങനെ വലിച്ചു നീട്ടാൻ സാധിക്കും. ഓക്കെ, നമുക്കിപ്പോൾ ഈ ഒരു സൈസ്, ദിസ് ഈസ് ഓക്കെ. സിൽവർ ജൂബിലി ആഘോഷം. ഇനി നമുക്ക് അടുത്തത് ഒരു ടെക്സ്റ്റ് കൂടി ഇതിലേക്ക് കൊണ്ടുവരണം. അതെന്താ വെച്ചാൽ അനുസ്മരണവും സെമിനാറും എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഞാൻ വേറൊരു പോസ്റ്റർ ജസ്റ്റ് ഇങ്ങനെ കോപ്പി ചെയ്തതാണ്.
ഓക്കെ, ഇനി നമ്മൾക്ക് ഇതിൻ്റെ തന്നെ നമ്മളെന്താ വെച്ചാൽ ഇനിയും ആഡ് ടെക്സ്റ്റ് ബോക്സ് പോയിട്ട് ടെക്സ്റ്റ് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഓരോ തവണയും ഫോണ്ട് മാറ്റണം, കളർ മാറ്റണം. അപ്പോൾ അതിന് നമുക്ക് ഈസി ആയിട്ട് പണി എന്താ വെച്ചാൽ ഇവിടെ തന്നെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ്, ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും. നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും. ഇനി നമ്മൾ ഇത് പേസ്റ്റ് ചെയ്തു. അപ്പോൾ അനുസ്മരണവും സെമിനാറും ഇത് നമ്മൾ 2 ലൈനിലേക്ക് ആക്കി. ഇനി ഇവിടെ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ പാരഗ്രാഫ് അലൈൻമെൻറ്റ് റൈറ്റ് കീപ്പ് ചെയ്തു, ലൈൻ സ്പേസിങ് നമ്മൾ ഒന്നുകൂടി അഡ്ജസ്റ്റ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ കളർ മാറ്റണം, കാരണം ഇത് രണ്ടും 2 ആശയാണല്ലോ. അപ്പോൾ നമ്മൾ അത് ഡിഫറെൻ്റ് ആകാൻ വേണ്ടിയിട്ട് ഇതൊന്നുകൂടി സെലക്ട് ചെയ്യണം. ഫുൾ സെലക്ഷൻ എടുത്തു, സെലക്ട് ആൾ കൊടുത്തു. നമ്മളിതിലേക്ക് ഈ കളർ എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കിയേക്കാം. ഈ കളർ എങ്ങനെ ഉണ്ടാകും, ഈ കളർ കൊടുക്കാം. സീംസ് ഗുഡ്. ഓക്കെ, ഇത് കുഴപ്പമില്ല. അപ്പോൾ ഇത് രണ്ടും എന്ത് ചെയ്തു, കളർ തിരഞ്ഞെടുത്തു. ഇനി നമ്മൾ ഇതിനെയും അലൈൻ ചെയ്യണം. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്തു ശേഷം ഇവിടെ കൊടുത്തിട്ട് ഇതിൻ്റെ സൈസ് ഒന്നുകൂടെ കുറക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു കോർണറിൽ ക്ലിക്ക് ചെയ്ത് ശേഷം നമ്മളിതിൻ്റെ സൈസൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിൻ്റെ സൈസ് നമ്മൾ ഒന്ന് കുറച്ചു ശേഷം നമ്മളിത് വീണ്ടും അലൈൻ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമ്മളിതിൽ ക്ലിക്ക് ചെയ്തു, ഇതിനൊന്നുകൂടി അടുത്തേക്ക് കൊടുന്നു. ദിസ് ഈസ് ഗുഡ്. ഇപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ടൈറ്റിൽ ഏകദേശം പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇങ്ങനെ ഒരു ലൈനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എലമെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും എലമെൻറ്റ്സിൽ പോവുക. എന്നിട്ട് നമ്മളൊരു ജസ്റ്റ് ലൈൻ എന്ന് വെറുതെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക, ഏത് ടൈപ്പ് ലൈനുകളാണ് കാണിക്കുന്നത് നോക്കുക. ഇതൊക്കെ നമുക്കെന്ന് വെച്ചാൽ ഓരോന്നും നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് എലമെൻറ്റുകൾ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ദിസ് എലമെൻറ്റ് ഈസ് ഗുഡ്, ഇത് കുഴപ്പമില്ല. അപ്പോൾ നമ്മളിത് തിരഞ്ഞെടുത്തു, അതിൽ ക്ലിക്ക് ചെയ്തു, ആ ലൈന് വന്നു. അപ്പോൾ നമ്മളത് ഇവിടെ പ്ലേസ് ചെയ്തു. ഇനി നമ്മൾക്ക് ഇതിലേക്ക് വേണ്ടത് എന്നാണ് സമയവും ഡേറ്റും, അതേപോലെ തന്നെ നമ്മുടെ ഒരു മുഖ്യ അതിഥിയുടെ ഫോട്ടോയും ഒക്കെ നമുക്ക് പ്ലേസ് ചെയ്യണം. അപ്പം നമ്മൾ ആദ്യം അത് കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ എന്ത് അപ്ലോഡ് ചെയ്യാനും ഇവിടെ താഴേക്ക് വന്നിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കുക. അപ്ലോഡ് എന്നുള്ള ഓപ്ഷനിൽ വന്നിട്ട് എന്താണ് അപ്ലോഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്ലോഡ് ഫയലിൽ പോയിട്ട് നമ്മുടെ ഗാലറി പോയി അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഓൾറെഡി ഇതിൽ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഞാൻ എന്ത് ചെയ്തു, ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇത് വന്നു. ഇനി ഇൻ കേസ് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഒന്നും റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ BG റിമൂവർ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഈ ഒരു ഓപ്ഷൻ പ്രീമിയം യൂസേഴ്സിന് മാത്രമേ ഉള്ളൂ, ബാക്ക്ഗ്രൗണ്ട് റിമൂവർ. ഇത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഫംഗ്ഷനാണ്. അപ്പോൾ BG റിമൂവർ കൊടുത്തു. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തു, ഇദ്ദേഹത്തെ പ്ലേസ് ചെയ്തു. നമുക്കൊരു 3 ഗസ്റ്റൊക്കെ ഉണ്ട് അല്ലെങ്കിൽ 2 ഗസ്റ്റൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ സൈസ് വീണ്ടും കുറയ്ക്കാം. അപ്പോൾ നമുക്കൊരു 3 ഗസ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ തൽക്കാലം ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോ തന്നെ ഒരു 3 എടുത്തു വെച്ചു. ഇതൊരു ഗസ്റ്റാണ്. ഇനി അടുത്തത് ഇതൊരു വേറൊരു ഗസ്റ്റാണ്. അപ്പോൾ ഇത് 3 ആളുടെയും ഫോട്ടോ നമ്മൾ കൊടുന്നു വെച്ചു. ഇനി ഇവർ റെപ്രസെൻ്റ് ചെയ്യുന്ന ഇവരാരാണ്, മുഖ്യാതിഥിയാണോ ഉദ്ഘാടകരാണോ അത് പ്ലേസ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ മുമ്പ് നമുക്കെന്ന് വെച്ചാൽ ഇതിങ്ങനെ കാണുമ്പോൾ ഒരു ഭംഗിയില്ല. അപ്പോൾ തൽക്കാലം നമ്മളൊരു ഷേപ്പ്, ഒരു ബാക്ക്ഗ്രൗണ്ടിലൊരു ഷേപ്പ് നമുക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ എലമെൻറ്റ്സിൽ വന്നു. എലമെൻറ്റ്സിൽ വന്നിട്ട് വീണ്ടും നമ്മളൊരു ഷേപ്പ് ചൂസ് ചെയ്യണം. അപ്പോൾ ഷേപ്പിൽ ക്ലിക്ക് ചെയ്ത് റൗണ്ട്, ഈ റൗണ്ട് ഷേപ്പാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ റൗണ്ട് ഷേപ്പ് എടുത്തു. ശേഷം ഇതിൻ്റെ സൈസ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ അതായത് നമ്മളെന്ന് വെച്ചാൽ ഇവരുടെ ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയൊരു ഈ ഒരു റൗണ്ട് ഷേപ്പ് നമ്മൾ പ്ലേസ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ റൗണ്ട് വന്നിട്ടുള്ളത് അവരുടെ മുകളിലാണ്. അപ്പോൾ അത് നമ്മൾ ബാക്കിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ നമ്മളത് ക്ലിക്ക് ചെയ്യുക. ശേഷം ഇങ്ങോട്ട് വന്ന ശേഷം ഇവിടെ ലേയേഴ്സ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ക്ലിക്ക് ചെയ്ത ശേഷം ഇങ്ങനെ താഴേക്ക് കൊണ്ടുവരിക. ഓക്കെ, അപ്പോൾ നമ്മൾ താഴേക്ക് കൊണ്ടുവന്നു. അവർ ബാക്കിലായി. ഇനി നമ്മൾ അതിനെ വീണ്ടും നമുക്ക് കോപ്പി ചെയ്യണം. അതായത് ആ റൗണ്ടിനെ നമുക്ക് വീണ്ടും കോപ്പി ചെയ്യണം. അപ്പോൾ ഒരു കോപ്പി എടുത്തു, 2 കോപ്പി എടുത്തു. അപ്പോൾ 3 കോപ്പികൾ നമ്മളെടുത്തു. ഇനി നമ്മൾ ഇതിനെ ഇങ്ങോട്ട് മൂവ് ചെയ്യണം. ശേഷം ഇതിൻ്റെ കളർ മാറ്റണം. അപ്പോൾ ഇതിനെ നമ്മളൊരു ഈ ഒരു കളർ കൊടുത്തു. ഇതിന് നമ്മളൊരു വേറൊരു കളർ, ഒരു ഈ ഒരു കളർ മാറ്റണം. അപ്പോൾ കളറിൽ വന്നു. ശേഷം നമ്മൾ അടുത്തൊരു കളർ തിരഞ്ഞെടുക്കുകയാണ്. ഈ കളർ കുഴപ്പമില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും ഇതിൻ്റെ ലെയേഴ്സിൻ്റെ പൊസിഷൻസ് മാറ്റണം. അപ്പോൾ നമ്മളിതിൽ ക്ലിക്ക് ചെയ്തു. ശേഷം താഴേക്ക് വന്നു, ഇവിടെ താഴെ പ്ലേസ് ചെയ്തു. അവിടെ മാറ്റം വന്നത് കണ്ടോ. ഇനി ഇതിനെയും ക്ലിക്ക് ചെയ്തു. ശേഷം വീണ്ടും താഴേക്ക് വന്നു. ഓക്കെ, ഇവിടെ ഇനി നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഈ 3 നമുക്കിതിങ്ങനെ സൂം ചെയ്യാൻ പറ്റും കേട്ടോ ഫോണിൽ. അപ്പോൾ നമ്മൾ ഈ ഒരു റെക്റ്റാങ്കിൾ ഒന്നുകൂടി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്തു. ശേഷം വീണ്ടും ഇത് ചെറുതായി ഒന്ന് മുകളിലേക്ക് വരണം. വീണ്ടും നമ്മൾ ഈ ഒരു ഫോട്ടോ അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ കുഴപ്പമില്ല, ചെറിയൊരു രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇവരുടെ പേരുകൾ നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ പേരുണ്ട്, ഉദ്ഘാടനം
താരാദാസ്. അപ്പോൾ ഈ ടെക്സ്റ്റ് കോപ്പി ചെയ്തു. ശേഷം നമ്മൾ ഇങ്ങോട്ട് വീണ്ടും വന്നു. ഇനി നമ്മൾ നേരത്തെ എടുത്ത ടെക്സ്റ്റിൻ്റെ തന്നെ കോപ്പി എടുക്കുകയാണ്. ഇതെടുത്തു. ശേഷം നമ്മൾ ആ ഒരു ടെക്സ്റ്റ് പേസ്റ്റ് ചെയ്തു. ഉദ്ഘാടനം. ഓക്കെ, ഇത് 2 ലൈനിലാക്കി. പിന്നെ വീണ്ടും നമ്മളിതിൻ്റെ ലൈൻ അലൈൻമെൻറ്റ് കുഴപ്പമില്ല, ലൈൻ സ്പേസിങ് ഒന്നുകൂടി അഡ്ജസ്റ്റ് ആക്കണം. അപ്പോൾ നമ്മളിത് കുറച്ചു. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഫോണ്ട് ഇത്ര വലുപ്പം വേണ്ട. അപ്പോൾ നമ്മൾ വീണ്ടും ഇത് ക്ലിക്ക് ചെയ്തു. ശേഷം അതിൽ ക്ലിക്ക് ചെയ്തതിൻ്റെ സൈസ് കുറച്ചു, ഒന്ന് ഇത്തിരി കൂട്ടി. ഓക്കെ, അപ്പോൾ നമ്മളെന്ത് ചെയ്തു, അത് സെറ്റ് ചെയ്തു. ഇനി ഇവിടെ കൊടുന്ന് വെച്ചു. അപ്പോൾ നമ്മൾ ഓരോ ചിലപ്പോൾ ഉദ്ഘാടനം ഒരാൾ, മുഖ്യാതിഥി വേറെ ആളാണല്ലോ. അപ്പോൾ അതൊക്കെ നമുക്ക് ഇങ്ങനെ ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിത് 3 കോപ്പി എടുത്തു. തൽക്കാലം എല്ലാവർക്കും ഒരൊറ്റ ടെക്സ്റ്റായിട്ട് ഇവിടെ ഞാൻ പ്ലേസ് ചെയ്തു. ഇതിവിടെ പ്ലേസ് ചെയ്തു, അടുത്തത് പ്ലേസ് ചെയ്തു. ഇതൊക്കെ ഫോണിൽ ചെയ്യുമെന്നുള്ള ചെറിയൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഇത് പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് എന്താണ്, ഡേറ്റ് ആഡ് ചെയ്യണം. അപ്പോൾ ഞാൻ ഓൾറെഡി ഡേറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡേറ്റ് 2026 ജനുവരി 13 ഞായറാഴ്ച 11 മണിക്ക്. അപ്പോൾ നമ്മളിത് കോപ്പി ചെയ്തു. ശേഷം നമ്മളിവിടെ വന്നു. ഇനി നമ്മൾ ഈ ഒരു ടെക്സ്റ്റിൻ്റെ അതേ ഇതിലാണ് ഇവിടെ ഈ ടെക്സ്റ്റ് വീണ്ടും കോപ്പി എടുത്തു. എന്നിട്ട് അതിൽ ക്ലിക്ക് ചെയ്തു, ടെക്സ്റ്റ് പേസ്റ്റ് ചെയ്തു. അപ്പോൾ 2023. അപ്പോൾ ഇതിനെ നമുക്ക് 2 ലൈനിലായിട്ടാണ് കാണേണ്ടത്. അപ്പോൾ അത് നമ്മൾ ആദ്യം ലൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തു. 11 മണി. ഓക്കെ, അപ്പോൾ ഇത് ഓക്കെ ആയി. ഇനി നമ്മളിതിൻ്റെ ലൈൻ സ്പേസിങ് ഒന്ന് അഡ്ജസ്റ്റ് ആക്കണം. അപ്പോൾ നമ്മൾ ലൈൻ സ്പേസിങ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു. ദിസ് ഈസ് ഓക്കെ. ഓക്കെ, അപ്പോൾ ഡേറ്റ് നമ്മൾ വെച്ചു. പക്ഷെ നമ്മൾ ഡേറ്റ് ഇതൊക്കെ ഒരു വൈറ്റ് ടെക്സ്റ്റിലാകുമ്പോൾ നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതൊരു റെക്റ്റാങ്കിളിൽ കൊണ്ടുവരണം. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു റെക്റ്റാങ്കിൾ തിരഞ്ഞെടുത്തു. അപ്പോൾ ആ റെക്റ്റാങ്കിൾ വന്നു. ഇനി നമ്മൾ ഇതിൻ്റെ ഇപ്പോൾ ഈ റെക്റ്റാങ്കിൾ വന്നു. അപ്പോൾ ഇതിൻ്റെ കർവ് നമ്മൾ കരുതുന്നതിനേക്കാൾ കൂടുതലുണ്ടെങ്കിൽ നമുക്കിവിടെ ഈ കോർണറിൽ വന്നിട്ട് കോർണർസ് ഇത് ഓപ്ഷൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. ഇനി നമ്മൾ ഇതിനനുസരിച്ചിട്ട് ഇത് വീണ്ടും അഡ്ജസ്റ്റ് ആക്കി. ഓക്കെ, ദിസ് ഈസ് സീംസ് ഗുഡ്. അപ്പോൾ നമ്മളിപ്പോൾ ഡേറ്റ് ഒരു കളറിൽ അഡ്ജസ്റ്റ് ആക്കി. ഒരു സുഖമല്ല, എന്തോ ഒരു ഭംഗിക്കേടുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നുകൂടി ഇത് സൂം ചെയ്തു. ഈ റെക്റ്റാങ്കിൾ ഒന്നുകൂടി നമുക്ക് ചെറുതാക്കാൻ സാധിക്കും. പിന്നെ ഈ ടെക്സ്റ്റുകൾക്കിടയിലുള്ള ലൈൻ സ്പേസിങ് നമുക്ക് അഡ്ജസ്റ്റ് ആക്കാൻ സാധിക്കും. അപ്പോൾ ലൈൻ സ്പേസിങ് ഞാൻ ഒന്നുകൂടെ കുറച്ചു. അപ്പോൾ അതൊക്കെ. ഇനി നമുക്ക് ഈ റെക്റ്റാങ്കിളിൻ്റെ സൈസ് ഒന്നുകൂടി കുറക്കണം. അപ്പോൾ നമ്മളിവിടെ കുറച്ചു. ഇതൊക്കെ നമുക്കിങ്ങനെ സൂം ചെയ്തിട്ട് ചെയ്യാൻ സാധിക്കും, കുഴപ്പമില്ല. ഇനി നമ്മൾ ഈ ഒരു റെക്റ്റാങ്കിളിനൊരു ഇച്ചിരി താഴേക്ക്. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. അപ്പോൾ നമ്മൾ അത് പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളിതിൽ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്ന ആൾ, അല്ലെങ്കിൽ ഇതിൽ നമുക്ക് ലോഗോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ അത് നമ്മളിതിൽ പങ്കെടുക്കുന്ന കുറച്ചും കൂടി ആളുകളുണ്ട്. അപ്പോൾ അതുകൂടി നമുക്ക് ആഡ് ചെയ്യണം. അത് ഇവിടെ ഓൾറെഡി ഉണ്ട്, പങ്കെടുക്കുന്നവർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓൾറെഡി കോപ്പി ചെയ്യട്ടെ. കോപ്പി മാൻ. ഓക്കെ, പങ്കെടുക്കുന്നവർ. ഓക്കെ, ഇത്തിരി ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ പേര് നമുക്കിവിടെ താഴെ കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് വീണ്ടും കോപ്പി എടുത്തു. ശേഷം ഇങ്ങോട്ട് കൊണ്ടുവന്നു, ഇതിൻ്റെ നീട്ടി. ഓക്കെ, കാരണം അത് കുറേ ടെക്സ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ പേസ്റ്റ് ചെയ്തു. അപ്പോൾ പങ്കെടുക്കുന്നവർ എന്നിട്ട് ഓരോരുത്തരായി വന്നു. അത് നമ്മൾ ആദ്യം അവരൊന്ന് അഡ്ജസ്റ്റ് ആക്കണം. ഓക്കെ, ഇത് കുഴപ്പമില്ല. ഈ ഡോക്ടർ ചന്ദ്രൻ മുകളിലേക്ക് വരണം, ജാബിർ മുകളിലേക്ക് വരണം, പിന്നെ ഇവർ മുകളിലേക്ക് വരണം. 2 ലൈനിലായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ഈ ജാബിറിനെ വീണ്ടും നമ്മൾ താഴേക്ക് കൊണ്ടുവന്നു. ഓക്കെ, അയ്യോ അത് ശരിയല്ല. നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിറകിലേക്ക് തന്നെ പോകും. അപ്പോൾ നമുക്ക് ഈ വിഷയമില്ല. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ ലൈൻ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്ന് വരുത്തണം. അപ്പോൾ ഞാനിവിടെ വന്നു, വീണ്ടും ഇതിൻ്റെ ചെറുതായിട്ട് ലൈൻ ഒന്ന് അഡ്ജസ്റ്റ് ആക്കി. ഓക്കെ, ഡൺ. ഇനി നമ്മളെന്താ വെച്ചാൽ ഇത് 2 ലൈനിലേക്ക് വേണം. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ ഒരു ഡിസൈനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എലമെൻ്റാണ് നമ്മൾ ഈ ഒരു റൂമൊക്കെ ഭംഗിയിലാക്കുമല്ലോ. അപ്പോൾ ഓരോന്നും അതിൻ്റെ രീതിയിൽ പൊസിഷൻ ചെയ്താലാണ് അതിൻ്റെ ഭംഗി കിട്ടുക. അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോഴും നമ്മൾ ഓരോന്നും അലൈൻ ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മളത് താഴേക്ക് കൊണ്ടുവന്നു, ഇത് താഴേക്ക് കൊണ്ടുവന്നു. ഇപ്പോൾ കുഴപ്പമില്ല. ഇവിടെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും 2 ലൈൻസും ചെറിയൊരു കണക്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്കത് വീണ്ടും അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തണം. അപ്പോൾ നമ്മളിത് ഇങ്ങനെ എടുത്തു. ശേഷം ലൈൻ അലൈൻമെൻറ്റ് നമ്മൾ വീണ്ടും വന്നു. ഇവിടെ നമുക്ക് വീണ്ടും ഒന്നുകൂടി നമ്മൾ അഡ്ജസ്റ്റ് ആക്കി. ഓക്കെ, അതൊക്കെ ആയി. ഇനി നമുക്കെന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാതും ഒരു ഫോണ്ടിലാണ്. അപ്പോൾ നമുക്ക് ഈ പേരുകൾ അത്ര ഹൈലൈറ്റ് ചെയ്യേണ്ട.
അപ്പോൾ അത് നമ്മൾ ഹൈലൈറ്റ് കുറക്കണം. അപ്പോൾ അതിൻ്റെ ഫോണ്ടിൻ്റെ സൈസ് അല്ലെങ്കിൽ ബോൾഡ്നെസ് ഒന്ന് കുറയ്ക്കുകയാണ്. അപ്പോൾ ഞാനിത് ഇതൊക്കെ ഞാനൊന്നുകൂടി കോപ്പി ചെയ്ത് ഇതാദ്യം സെലക്ട് ചെയ്യണം. അനിൽ തന്നെ സെലക്റ്റായി. ഓക്കെ, ഇനി നമ്മൾ ഇങ്ങോട്ട് വന്നു, അനഘ മലയാളം എടുത്തു. ശേഷം നമ്മൾ ഇവിടെ ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഇതൊരു റെഗുലർ സൈസാക്കി. ഓക്കെ, അപ്പോൾ അത് ഓക്കെ. ഇനി നമുക്ക് ഈ പങ്കെടുക്കുന്നവരുടെ കളറ് നമുക്ക് മാറ്റണം. ഇതിൻ്റെ കളർ നമ്മളിവിടെ വന്നു. ശേഷം നമ്മൾ ഓൾറെഡി എടുത്ത ഏതെങ്കിലും ഒരു കളർ എടുത്തു, ഈ ഒരു കളർ എടുത്തു. അപ്പോൾ പങ്കെടുക്കുന്നവർ ഓക്കെ ആയി, ഡേറ്റ് ഓക്കെ ആയി. ഇതിൻ്റെയൊക്കെ ചെറിയ രീതിയിൽ പൊസിഷൻ അഡ്ജസ്റ്റ് ആക്കാനുണ്ട്. അത് കുഴപ്പമില്ല. ഇനി ഡേറ്റ് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. എന്നിട്ട് നമുക്ക് ലെഫ്റ്റ് അലൈൻമെൻറ്റ് കൊടുക്കാം. ആദ്യം ടെക്സ്റ്റ് കോപ്പി ചെയ്യണം. ടെക്സ്റ്റ് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇത്തരത്തിലുള്ള സെറ്റിങ്സ് കാണാൻ സാധിക്കുക. ലെഫ്റ്റ് അലൈൻ ചെയ്തു. ഇനി നമ്മൾ ഈ റെക്റ്റാങ്കിളിൽ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയി. ഇനി നമുക്ക് ഇതാരാണ് ഈ പരിപാടി നടത്തുന്നത് അവരുടെ ഒരു ലോഗോയും വെക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് വീണ്ടും ഒന്ന് കോപ്പി ചെയ്തു. എന്നിട്ട് അത് ഇങ്ങോട്ട് കൊണ്ടുവന്നു. പിന്നെ ഈ ഒരു ഷേപ്പ് നമുക്ക് വേണം. അപ്പോൾ നമ്മൾ സൂം ചെയ്യുക, ഷേപ്പ് സെലക്ട് ചെയ്യുക, കോപ്പി എടുക്കുക. അപ്പോൾ നമുക്ക് ഷേപ്പും കിട്ടി. ഷേപ്പിനെയും നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇത് ശരിയായില്ല. അപ്പോൾ നമ്മളിത് വീണ്ടും അഡ്ജസ്റ്റ് ചെയ്തു. ഒന്നുകൂടി തിരഞ്ഞെടുത്ത് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇപ്പം അത് ഓക്കെ. ഇപ്പം അത് ഓക്കെ. ഇനി നമുക്കെന്താ വെച്ചാൽ ഈ ഒരു റെക്റ്റാങ്കിളിനെ കുറച്ച് താഴേക്ക് കൊണ്ടുവന്നു. അപ്പോൾ നമ്മൾ ലെയറിലേക്ക് വന്നു, ഇതിനെ നമ്മൾ താഴേക്ക് കൊണ്ടുവന്നു. അതൊക്കെ. ഇനി ഇവിടെ നമ്മൾ സംഘാടകരുടെ പേരുണ്ട്. കേരള യൂട്യൂബ് ചാനൽ അസോസിയേഷനാണ് ഈ ഒരു പരിപാടി നടത്തുന്നത്. കേരള യൂട്യൂബ് ചാനൽസ് കോപ്പി ചെയ്തു. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ ഇതിലൊക്കെ ഡിസൈൻ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെയൊക്കെ ഫോണ്ടുകൾ തിരഞ്ഞെടുക്കുന്നതൊക്കെ ഇതിൽ എഫക്റ്റീവാണ്. കേരള യൂട്യൂബ് ചാനൽസ്. അപ്പോൾ നമുക്കത് 2 ലൈനിലേക്ക് വരണം. ഓക്കെ, ഇപ്പോൾ ഓക്കെ. ഇനി നമ്മൾ അതിനെ അഡ്ജസ്റ്റ് ചെയ്യണം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇവരുടെ ലോഗോയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, അപ്ലോഡ്സിൽ പോവുക. അപ്ലോഡ്സ് പോയിട്ട് അപ്ലോഡ് ഫയൽ കൊടുത്തു. ശേഷം ഡിവൈസിൽ വന്ന ശേഷം റീസെൻറ്റ് ഫയലിൽ നമ്മൾ ഇവരുടെ ഒരു ലോഗോ 11 ലാബ്സിൻ്റെ ഒരു ലോഗോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 11 ലാബ്സ് വന്നു, അതിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ 11 ലാബ്സ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈസി ആയിട്ട് BG റിമൂവർ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവായി. അപ്പോൾ നമ്മളിവിടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു. ശേഷം ഇങ്ങോട്ട് കൊണ്ടുവന്നു. അത് നമുക്കിതിനെ മിഡിലിൽ പ്ലേസ് ചെയ്യാൻ പറ്റും. ഇവിടെ വെക്കാം. ദിസ് ഈസ് ഓക്കെ. ഇപ്പോൾ ഏകദേശം ഓക്കെ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഏകദേശ പോസ്റ്റർ റെഡി ആയിട്ടുണ്ട്. ഇത് അത്രത്തോളം പെർഫെക്റ്റ് അല്ല, ചെറിയ ചെറിയ കുഞ്ഞു മിസ്റ്റേക്സുകളുണ്ട്. അപ്പോൾ ഇതേപോലെ ഇതൊക്കെ ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഏതൊരു കാര്യവും നമ്മൾ ചെയ്യുമ്പോൾ കിട്ടുന്ന പഠനം അല്ലെങ്കിൽ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ്, അതാണ് നമ്മൾ പെർഫെക്റ്റ് ആക്കുക. അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ഓരോന്നും പഠിക്കുക. നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടത് വഴി നിങ്ങൾക്ക് പഠിക്കാൻ അത് മുഴുവനായിട്ട് അറിയണമെന്നില്ല, നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതേപോലെ ക്രിയേറ്റീവായ AI റിലേറ്റഡ് ആയിട്ട് ഒരുപാട് കാര്യം നമ്മളെ ചാനലിലൂടെ പറയുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്കിത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റിയലിസ്റ്റിക് ഫീഡ്ബാക്കുകൾ താഴെ കമൻറ്റിൽ എന്തായാലും പറയാൻ മറക്കരുത്. അതാണ് ശരിക്കും നമുക്കിത് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മറ്റു വീഡിയോസൊക്കെ ചെയ്യാനുള്ള ഒരു ഊർജ്ജം തരുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മീ.